അതെ, അത് പരിശോധിക്കുന്നതിന് വേണ്ടി കൂടി നമ്മുടെ മുന്നിൽ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ ശ്രീ അബ്ദുൽ നാസർ ചേരുന്നു. ഈ സ്വർണ്ണ വിലയിൽ കുറവുണ്ടാകും എന്ന് ബജറ്റിലുള്ള ഈ പ്രഖ്യാപനമായിരിക്കും ഒരുപക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15% നിന്നും 6% കുറച്ചു എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ എന്തായിരുന്നാലും ശരി, സ്വർണത്തിന് ഏതാണ്ട് 400 രൂപയോളം കുറയും എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. MCXന്റെ റേറ്റ് ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവർ ഏതാണ്ട് 500 രൂപയോളം കുറച്ചതായിട്ടാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് നമുക്ക് കിട്ടുന്നത്. എന്തായിരുന്നാലും ഇത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോക്താക്കൾക്ക് വലിയൊരു ഗുണകരമാണ്. അത് ഇത്രയും വലിയ ഒരു വെട്ടിക്കുറവ് നടത്തിയ നിർമ്മലാ സീതാരാമന്റെ ബജറ്റിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കള്ളക്കടത്ത് ഇത് നിരുത്സാഹപ്പെടുത്തുക. നിക്ഷേപമായിട്ട് കരുതി വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അത് ഗുണകരമാണോ, അതോ സ്വർണം വാങ്ങാൻ പോകുന്നവരെ സംബന്ധിച്ചിട്ട് ഗുണകരമാണോ? എന്തായാലും ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കെല്ലാം ലാഭം തന്നെയാണ്. അതിലൊരു ചെറിയ ലാഭക്കുറവ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ വിവാഹ സീസണൊക്കെ ആരംഭിക്കുകയാണ്. ഇത് ക്രമാതീതമായ വിലവർദ്ധനവ് സ്വർണത്തിന് ഈ ഉപഭോക്താക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് തരും. അവർക്ക് വലിയൊരു ഗുണകരമായ ഒരു സംഭവമായിരിക്കും ഈ എക്സൈസ് ഡ്യൂട്ടി വെട്ടിക്കുറച്ചിലൂടെ നേടിയെടുക്കുക. വളരെ നന്ദി ശ്രീ അബ്ദുൽ നാസർ പ്രതികരിച്ചത്. എന്തായാലും BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതെയുള്ള പുതിയ NDA സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് സഖ്യകക്ഷികളുടെ എല്ലാം സമ്മർദ്ദങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങിയതാണ് എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ നിതീഷ് കുമാറിൻ്റെ ബീഹാർ സംസ്ഥാനവും ചന്ദ്രശേഖർ നായിഡുവിൻ്റെ ആന്ധ്ര സംസ്ഥാനവും ബജറ്റിൽ വാരിക്കോരിയുള്ള പദ്ധതികൾക്കും ഫണ്ടുകൾക്കും ഇടം നൽകാവുന്ന രീതിയിലേക്ക് ആ രണ്ട് കൈയും നീട്ടി ഈ നിർമ്മല സീതാരാമൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജുകൾ നൽകിയിരിക്കുന്നു. ബീഹാറിന് പുതിയ വിമാനത്താവളം, മെഡിക്കൽ കോളേജുകൾ എന്നിവ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബീഹാറിൽ ദേശീയപാത വികസനത്തിന് 26,000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ബീഹാർ സംസ്ഥാനത്തിന് സാമ്പത്തിക ഇടനാഴി അനുവദിച്ചിരിക്കുന്നു. റോഡ്, എക്സ്പ്രസ് ഹൈവേ, വെള്ളപ്പൊക്ക പ്രതിരോധം എന്നിവയ്ക്കൊക്കെയായിട്ട് ബീഹാർ സംസ്ഥാനത്തിന് 11,500 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ധനസഹായം തുടങ്ങി വൻ പദ്ധതികളാണ് ഇങ്ങനെ ഈ NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബീഹാറിന് നൽകിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 15,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ മൂലധന നിക്ഷേപം കൂടും. ആന്ധ്രയിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി, ഇവയെല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ കൈപിടിച്ച ബീഹാറിനും ആന്ധ്രയ്ക്കും കൈനിറയെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സമ്മാനങ്ങൾ സഖ്യകക്ഷികൾക്ക് ഇഷ്ടം പോലെ നൽകുന്ന ബജറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. ആന്ധ്രാപ്രദേശിന് 15,000 കോടിയുടെ പാക്കേജ്, ബീഹാറിലെ റോഡ് പദ്ധതികൾക്കായിട്ട് 26,000 കോടി രൂപയുടെ പദ്ധതികൾ, ഒപ്പം ബീഹാർ, അസം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് പ്രളയ പ്രതിരോധ പദ്ധതികൾക്കും പുനരധിവാസത്തിനും സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കൽ, തൊഴിൽ നൈപുണ്യ വികസനം, മാനവശേഷി വികസനം, സാമൂഹ്യനീതി